സാർ നമസ്കാരം. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ആദർശധീരനായ കമ്മ്യൂണിസ്റ്റുകാരനെന്ന വിശേഷണമുള്ള ഏതാണ്ട് 13 വയസ്സിൽ തന്നെ ചെങ്കൊടി പിടിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിയ ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സമരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് സജീവമായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് VS അച്യുതാനന്ദൻ എന്ന VS എന്ന രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന നേതാവ്, അദ്ദേഹം വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു. കേരളം ഭരിച്ച ആദർശധീരനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് പ്രതിപക്ഷ നേതൃനിരയിലുള്ള ആളുകൾക്ക് പോലും ആക്ഷേപമുണ്ടാകില്ല. VS മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് സമുചിതമായ സ്മാരകം ഒരുക്കുമെന്ന് പറഞ്ഞിരുന്ന CPM പുന്നപ്ര വയലാർ വലിയ ചുടുകാടിന് സമീപത്ത് അദ്ദേഹത്തിന് സ്മാരകമൊരുക്കും, തിരുവനന്തപുരത്തും അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകമൊരുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ആ ഒരു സ്മാരകം ഒരുക്കി കണ്ടില്ല. ഇതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് VS അച്യുതാനന്ദൻ്റെ സ്വന്തം വീടായ വേലിക്കകത്ത് അദ്ദേഹത്തിൻ്റെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പത്നിയും അദ്ദേഹത്തിൻ്റെ മകനുമെല്ലാം ആ ഒരു ചടങ്ങ് നിർവഹിക്കുന്ന കണ്ടു. കാനായി ഉണ്ണി എന്ന വിഖ്യാതനായ ശില്പിയാണ് ആ ശില്പം തീർത്തു കൊടുത്തത്. അതായത് VSന് ഉചിതമായ ഒരു സ്മാരകം പോലും VS അടിയുറച്ച് വിശ്വസിച്ച് ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം ഒരുക്കുന്നില്ല എന്നുള്ള മനോവിഷമത്തിൽ നിന്നാണോ അവർ ആ സ്മാരകം ഒരുക്കിയത് എന്നുള്ളതറിയില്ല. VSനെ പോലുള്ള ഒരാൾക്ക് അദ്ദേഹം ജീവിക്കുന്ന ജനഹൃദയങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു സ്മാരകം. അല്ലെങ്കിൽ VS എന്ന രണ്ടക്ഷരം കേൾക്കുമ്പോൾ അന്തരീക്ഷത്തിലേക്ക് മുഷ്ടി ഉയർത്തി നിൽക്കുന്ന ആ ഒരു രൂപം തന്നെയാണ് അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സ്മാരകം. എന്നാൽ കേന്ദ്രം അദ്ദേഹത്തിന് പത്മപുരസ്കാരം വരെ പ്രഖ്യാപിച്ചപ്പോൾ അതുവരെ നിരസിക്കുന്ന തരത്തിൽ VSനെ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും വെട്ടിയൊതുക്കി മാറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അവഗണന ഇപ്പോൾ അദ്ദേഹത്തിന് സ്മാരകമൊരുക്കുന്നതിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന VSൻ്റെ വീട്ടുകാർ തന്നെ അദ്ദേഹത്തിന് വേലിക്കകത്ത് വീട്ടിൽ ഉചിതമായൊരു സ്മാരകം ഒരുക്കിയിരിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ, ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ, എങ്ങനെയാണ് മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ രാജ്മോഹൻ സാർ ഇതിനെയെല്ലാം നോക്കിക്കാണുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണവും വളർച്ചയും അതിൻ്റെ ഇന്നത്തെ പതനവും ആ രീതിയിൽ നോക്കിയെങ്കിൽ മാത്രമേ VS ആരായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. 1967 മുന്നണി രാഷ്ട്രീയം എന്ന ഒരു അടവ് നയം എന്ന് പറയായിരിക്കും കുറേ കൂടെ നല്ലത്, അടവ് നയം രൂപപ്പെടുത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ പറ്റി. എല്ലാ കക്ഷികളും തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗവുമായി. കോൺഗ്രസ് കേവലം 9 സീറ്റിലേക്ക് മാറി. അതിനു മുമ്പ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കേവലം 1 സീറ്റിന് മാത്രമേ ഭൂരിപക്ഷമുള്ളെങ്കിൽ പോലും മന്ത്രിസഭ രൂപീകരിക്കാനും EMSന് മുഖ്യമന്ത്രിയാകാനും സാധിച്ചു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ 67 വരെ വിമോചന സമരത്തെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ നിന്ന് പുറത്താക്കി. പിന്നീട് 67 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൻ്റെ പുറത്തായിരുന്നു, അധികാരത്തിൻ്റെ വേലിക്ക് പുറത്താണ് നിന്നിരുന്നത്. ഇനി രണ്ടാമത് വരുമ്പം 67 വന്ന മുന്നേ അത് 69 അതും തകർന്നു. അത് തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം CPM CPI തർക്കമാണ്. CPI നേതാക്കളും EMSുമായിട്ടുള്ള തർക്കത്തിൽ എവിടെ എത്തിയെന്ന് വെച്ചാൽ, ഇന്ന് TV തോമസ്, MN ഗോവിന്ദൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം CPIയിലായിരുന്നു. ഇന്ന് താങ്കൾ പറഞ്ഞതിലൊരു കൗതുകകരമായ വാർത്ത കൂടെയുണ്ട്. TV തോമസിൻ്റെ പ്രതിമയും പുന്നപ്ര വയലാർ സമര സ്ഥലത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം TV തോമസിൻ്റെ പ്രതിമയും അച്യുതാനന്ദൻ്റെ പ്രതിമയും ഒരുമിച്ച് സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രതിമ രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, പ്രതിമ ആർക്കും എവിടെയും സ്ഥാപിക്കാം. ഉമ്മൻചാണ്ടിയുടെ പ്രതിമ സ്ഥാപിക്കണമെന്ന് വാശിയുണ്ട്, കരുണാകരൻ്റെ പേര് ഇടണമെന്ന് വാശിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ VSനെ ഇത്തരം തർക്കങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ VSനെ മാറ്റി നിർത്തണം. താങ്കൾ അത് ഇടയ്ക്ക് സൂചിപ്പിച്ചു, മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് VS ജീവിക്കുന്നതെന്ന്. അങ്ങനെ കേരളത്തിൽ ജീവിക്കുന്ന ചുരുക്കം ചില നേതാക്കന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സമീപകാലത്ത് ഉണ്ടാവുകയുള്ളൂ. ഒരുപക്ഷെ P കൃഷ്ണപിള്ളയോ അതുപോലുള്ള ഏതാനും പേരുണ്ടായിരിക്കാം. അല്ലാത്ത നേതാക്കന്മാരെല്ലാം നേതൃസ്ഥാനത്തിൻ്റെ മഹത്വം കൊണ്ട് മാത്രം വളർന്നവരാണ്.
പക്ഷേ അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അച്യുതാനന്ദൻ മൂന്നാറിൽ ചെല്ലുമ്പോൾ മുഖ്യമന്ത്രി അച്യുതാനന്ദനല്ല കാണുന്നത്, മൂന്നാറിലെ കയ്യേറ്റക്കാരാണ് ഞെട്ടുന്നത്. അച്യുതാനന്ദൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് എന്താണോ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ആ പ്രസൻസിന് ഊന്നൽ കൊടുക്കുന്ന എന്തെങ്കിലും നടപടി അച്യുതാനന്ദനിൽ നിന്നുണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചിട്ടുണ്ട്, ജനം പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 67 വന്നു, പിന്നെ മാറി മാറി മുന്നണി രാഷ്ട്രീയമായി, അതോടുകൂടി ഇടക്കാല തിരഞ്ഞെടുപ്പ് ഇല്ലാതായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തകരെ എം വി രാഘവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ തിരിഞ്ഞു പോകും എന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അണികളെ പിടിച്ചു നിർത്തിയത് ചുരുക്കം ചില നേതാക്കളിൽ ഒരാൾ VS അച്യുതാനന്ദനും EK നായനാരുമാണ്. മറ്റാരുമായാലും EMS പോലും സാധിക്കില്ലായിരുന്നു. വീണ്ടും എപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറകോട്ട് പോയിട്ടുണ്ടോ, കേരളത്തിൽ CPM പുറകോട്ട് പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളെ ചേർത്ത് നിർത്താൻ VSൻ്റെ കൂടെ സാധിച്ചിട്ടുണ്ട്. VSൽ കൂടെ, പിണറായിയിൽ കൂടെയല്ല സാധിച്ചിരിക്കുന്നത്. VSനെ കുറിച്ച് പറയുമ്പം LDFൻ്റെ ഗ്രാഫ് മാത്രം, LDFും VSുമായിട്ട്, ഇടതുപക്ഷ മുന്നണി VSുമായിട്ടുള്ള ബന്ധം ഒരു ഗ്രാഫായിട്ട് വരച്ച് നോക്കുക. LDFൻ്റെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ വളർന്നിരിക്കുന്നത് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ അച്യുതാനന്ദനും കുറേ കാട്ടുപൂച്ചകളും സുരേഷ് കുമാറും കരിമ്പൂച്ചകളും കൃഷ്ണരാജ് സിംഗും ഒക്കെ കൂടെ മല കയറിയപ്പോഴാണ്, ജേക്കബ് തോമസ് ഉൾപ്പെടെ മല കയറിയപ്പോഴാണ്. ആ മൂവ്മെൻ്റായിരുന്നു ശരിക്കും ആരുടെ LDFൻ്റെ ഗ്രാഫ് ഏറ്റവും ഉയരത്തിലെത്തിച്ചത്, ജനങ്ങളെ ബഹുമാനത്തോടെ ആദരവോടെ നോക്കിക്കണ്ടത്. സാർ അവിടെ ഒന്ന് ഇടപെട്ടോട്ടെ. ഇങ്ങനെ ഈ കയ്യേറ്റം ഒഴിപ്പിക്കലും യഥാർത്ഥ ഭൂമി കണ്ടെത്തലും സർക്കാർ ഭൂമി കണ്ടെത്തലുമെല്ലാം ഏതെങ്കിലും ഒരാളുടെ മാത്രം തീരുമാനം കൊണ്ടാണ് നടപ്പാകുന്നതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നന്ദി, നടുവിരൽ നമസ്കാരം എന്ന് പറഞ്ഞൊരു നേതാവ് പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിൽ കയറി 10 വർഷം ഭരിച്ചത് നമ്മൾ കണ്ടതാണ്. അന്ന് ഏതായാലും കയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രശ്നമൊന്നും വന്നിട്ടില്ല. കയ്യേറാനുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കായിരുന്നു അന്ന്. അങ്ങനെയുണ്ട്. അല്ല, VSൻ്റെ കാലത്ത് ഉണ്ടായ ഈ കുടിയൊഴിപ്പിക്കലെല്ലാം VSൻ്റെ മാത്രം മിടുക്കല്ല എന്ന് പറഞ്ഞു. അത് ശരിയാണ്, കുടിയൊഴിപ്പിക്കൽ മിടുക്കല്ല. പക്ഷേ കയ്യേറി കുറേ സ്ഥലങ്ങളൂടെ കൈവശം വെച്ചെങ്കിൽ മാത്രമേ പിന്നീട് ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. അന്ന് അങ്ങനെ ഒരു നേതാവ് പ്രസംഗിക്കുന്നുണ്ട്. ഉദാഹരണം ഇപ്പോൾ AKG സെൻറ്ററിൽ തർക്കം വന്നിരിക്കുക. കയ്യേറ്റം എന്താ സമീപനമായിരിക്കും പാർട്ടി എടുക്കാൻ പോകുന്നത്? കയ്യേറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുമോ? അതോ അവർക്ക് അവകാശപ്പെട്ടാണെന്ന് പറയുമോ? AKG സെൻറ്ററിൽ കയ്യേറിയ ഭൂമി തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് പ്രമേയം പാസ്സാക്കി അവർ നടക്കാൻ പോവുക. ശശികുമാർ അത് ഗംഭീരമായിട്ട് സിൻഡിക്കേറ്റ് അവതരിപ്പിച്ചു. അത് നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, നമ്മൾ മുൻകൂട്ടി ഒന്നും പറയണ്ട. AKG എന്ന് പറഞ്ഞാൽ മഹാനായ മനുഷ്യനെ നമ്മൾ കുറ്റപ്പെടുത്താനല്ല പറഞ്ഞത്. സ്മാരകം അവർക്കൊക്കെ ആവശ്യം തന്നെയാണ് തീർച്ചയായും. കാരണം വരും തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള ചില നേതാക്കന്മാർ കേരളത്തിലുണ്ടായിരുന്നു, ഇതായിരുന്നു അവരുടെ പ്രവർത്തന ശൈലി എന്ന് മനസ്സിലാക്കാനെങ്കിലും അത് ഉതകും. അതിന് യാതൊരു തർക്കമില്ല. അച്യുതാനന്ദൻ കൃതാർത്ഥനായി. കാരണം അച്യുതാനന്ദൻ തുറന്നു വിട്ട, അല്ലെ അച്യുതാനന്ദൻ സ്വീകരിച്ച, അച്യുതാനന്ദൻ്റെ അനുയായികൾ സ്വീകരിച്ച പ്രവർത്തന ശൈലി ഇന്ന് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയം നോക്കാതെ, യൂത്ത് കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയൊന്നും നോക്കാതെ അംഗീകരിക്കുന്നു. ഉദാഹരണത്തിന് അത് ഏറ്റവും വി ഡി സതീശൻ എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത്? ഏത് സംഘടനയാണ് വി ഡി സതീശന് മുഖ്യമന്ത്രിയാനുള്ള പിന്തുണ കൊടുത്തത്? കോൺഗ്രസ്സുകാരെന്നുള്ള ലേബലല്ലാതെ കോൺഗ്രസിൻ്റെ ഏത് ഉന്നത നേതാവാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാകാൻ കഷ്ടപ്പെട്ടിരിക്കുന്നത്? വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് ഹൈക്കമാൻഡിൻ്റെ തെട്ടൂരം വാങ്ങിയിട്ടല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമാണിമാരായ നേതാക്കന്മാരുടെ തെട്ടൂരം വാങ്ങിയിട്ടല്ല, മറിച്ച് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെയും സാധാരണ ജനങ്ങളുടെയും വോട്ട് മേടിച്ച ഒരു പൊതു സ്ഥാനാർത്ഥിയായിട്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. അതുതന്നെയായിരുന്നു അച്യുതാനന്ദന് സീറ്റ് നിഷേധിച്ചപ്പോൾ വീണ്ടും സീറ്റ് കൊടുക്കേണ്ടി വന്നു, അല്ലേ? പൊതുജനങ്ങളുടെ രണ്ടും കൂടെ കമ്പയർ. അച്യുതാനന്ദന് അസംബ്ലിയിലേക്ക് മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ പോളിറ്റ് ബ്യൂറോ വരെ തീരുമാനിച്ചിട്ടും പോളിറ്റ് ബ്യൂറോയ്ക്ക് ആ തീരുമാനം തിരുത്തേണ്ടി വന്നു. ചങ്കേ കേരള എന്ന് പറഞ്ഞാൽ കാസർഗോഡ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ 3-4 പേര് തുടങ്ങിയ സമരമാണ് അച്യുതാനന്ദനെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. അതേ ആനുകൂല്യം കിട്ടുന്ന ആളാണ് സതീശൻ ഇപ്പം നിലവിൽ. നാളെ എന്താ സതീശൻ ചെയ്യാമെന്ന് നമുക്കറിയില്ല. അല്ല, ജനകീയ വികാരത്തെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുള്ള, ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള നേതാക്കന്മാരിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന നേതാവ് തന്നെയാണ് VS. യാതൊരു തർക്കവും. അതിന് തൊട്ടടുത്ത് വി ഡി സതീശനുണ്ട്. ഉമ്മൻചാണ്ടിയുടെ പേര് നമുക്ക് പറയാം. പക്ഷെ ഉമ്മൻചാണ്ടി കമ്പാഷനാണ് ഉമ്മൻചാണ്ടിയുടെ ആയുധം, സ്ട്രാറ്റജിയല്ല, നയപരമായ തീരുമാനങ്ങളല്ല. കമ്പാഷൻ, മനുഷ്യനോടുള്ള സഹതാപം, മനുഷ്യ ദുഃഖത്തോടുള്ള സഹതാപമാണ് ഉമ്മൻചാണ്ടിയുടെ ബല. അതെ, ഒരു ജനതയോട് ഒരു നേതാവ് എങ്ങനെ ചേർന്ന് നിൽക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ വിമർശിച്ച ആളുകൾ പോലും, അല്ലെങ്കിൽ വിമർശനാത്മകമായി ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ കണ്ട ആളുകളെ പോലും അവരെ കേൾക്കാനും അവരുടെ മുന്നിൽ ഇരുന്ന് കൊടുക്കാനും അവരുടെ വിഷയങ്ങൾ പഠിക്കാനും അനുതാപപൂർവ്വം അതിന് പരിഹാരം കാണാനും ശ്രമിച്ച നേതാവെന്ന രീതിയിൽ ഉമ്മൻചാണ്ടി എല്ലാ കാലത്തും അനുസ്മരിക്കും. ഇപ്പം നമ്മുടെ മുമ്പിൽ കമ്പയർ ചെയ്യാൻ VS ഉണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, വി ഡി സതീശനുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്ക് ഒത്തിരി സമാനതകളുണ്ട്.
ജനങ്ങളെ അകറ്റി നിർത്തുന്ന പൊളിറ്റിക്സ് അല്ല ഇവർ പിന്തുടരുന്നത്. തീർച്ചയായും. മറിച്ച് ജനങ്ങളെ അകറ്റി നിർത്തി നിനക്കെന്നടാ ഇവിടെ കാര്യം, നീ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്ന സ്റ്റൈല് നേരെ വിരുദ്ധമാണ്. ഇന്ന് ഇപ്പോൾ പറയുന്നു കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ സ്ഫോടനാത്മകമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് കുറേ കൂടി വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. 6 മാസമായുള്ളൂ 3 മാസമായുള്ളൂ എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറും. അപ്പം ഒന്ന്, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഒരു ഭരണകക്ഷിയുടെ സ്ഥാനത്ത് പ്രവർത്തിക്കാനുള്ള, ഭരണത്തെ നിയന്ത്രിക്കാനെങ്കിലും അവർ ശ്രമിക്കുമെന്നുള്ളതിനെ അല്ല, അവരുടെ ശ്രമമാണ് ഇന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഭീഷണി. എങ്ങനെ ഇവിടെ കോൺഗ്രസ് രണ്ടാമത് അധികാരത്തിൽ വന്നെന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. അവിടെയാണ്. അല്ലാണ്ട് KC വേണുഗോപാലിൻ്റെ മുഖം കണ്ടുണ്ടോ, സതീശൻ്റെ മുഖം കണ്ടുണ്ടോ, രമേശിൻ്റെ മുഖം കണ്ടുണ്ടോ അല്ല കോൺഗ്രസ് അധികാരത്തിൽ വന്നേ. ഇവരുടെയൊക്കെ നേതാക്കന്മാരായിരിക്കും. ഇവർക്ക് എയർപോർട്ടിൽ പോയി സ്വീകരിക്കാം, ജയ് വിളിക്കാം, കണ്ണേ കേരളയിൽ നിന്ന് ഇവർക്കും വിളിക്കാം, കണ്ണേ കേരള സതീശ, കണ്ണേ കേരള രമേശ്, കണ്ണേ കേരള വേണുഗോപാൽ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച്, അതല്ല രാഷ്ട്രീയ പ്രവർത്തനം. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാത്തൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് കോൺഗ്രസ്സിന് വേണ്ടി ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അങ്ങനത്തെ രാഷ്ട്രീയ പ്രവർത്തനം മുൻകാല KSU നേതാക്കളും യൂത്ത് കോൺഗ്രസ് വിദ്യാർത്ഥി സമരത്തിൽ കൂടെയും മറ്റും നടത്തിയ ആന്റണി ഉൾപ്പെടെയുള്ളവർ, MA ജോൺ ഉൾപ്പെടെ നടത്തിയ സമരത്തിൻ്റെ പിൻപറ്റലാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ ശക്തിയെന്നെങ്കിലും ഇവർ തിരിച്ചറിയണം. ഇവർ മറിച്ച് പെട്ടിതൂക്കുകളായിട്ട് മാറി കേവലം മുദ്രാവാക്യം വിളി തൊഴിലാളിയായിട്ട് ഇപ്പോഴത്തെ KSU മാറാമെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള വളർച്ച ഇല്ലാതാകും. സതീശന് ധീരമായ തീരുമാനങ്ങളെടുക്കാൻ സതീശനെ പ്രോത്സാഹിപ്പിക്കണം. അതിൽ വിട്ടുവീഴ്ച കാണിച്ചാൽ ഉറപ്പായിട്ടും സതീശനെ എതിർക്കണം. അല്ലാതെ ഏതെങ്കിലും നിയമനത്തിൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചതല്ല കേരളത്തിൻ്റെ മുഖ്യ വിഷയം. ഇപ്പോൾ PSC ടെസ്റ്റ് നടത്തിയിട്ടില്ല, അതിൻ്റെ അകത്ത് മുഴുവൻ കള്ളത്തരമാണ്. അങ്ങനെ 100 പ്രശ്നങ്ങൾ വേറെയുണ്ട്. അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സതീശനെ നിർബന്ധിക്കാൻ KSUവിൻ്റെ ഇന്നത്തെ നേതൃത്വത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും BSന് ഒരു സമുചിതമായ സ്മാരകം ഒരുക്കാൻ CPM ഇടതുപക്ഷമോ മുന്നോട്ട് വരാത്തൊരു സാഹചര്യത്തിൽ BSന് വേണ്ടി BSൻ്റെ വീട്ടുകാർ തന്നെ സ്വന്തം വീട്ടിൽ ഒരു സ്മാരകം ഒരുക്കി എന്നുള്ളത് തീർച്ചയായും അത് CPMനും ഇടതുപക്ഷത്തിനും വലിയൊരു പാഠം തന്നെയാണ്. ഇനി ഈ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് BSന് പയ്യാമ്പലത്തോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പുന്നപ്ര വയലാർ സമരഭൂമിയിലോ ഒരു ഉചിതമായ സ്മാരകം CPM കെട്ടിയുയർത്തും എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ചർച്ചയിൽ ആദ്യം പരാമർശിച്ചതുപോലെ BSനെ പോലുള്ള ആളുകളുടെ യഥാർത്ഥ സ്മാരകം ജനങ്ങളുടെ ഹൃദയം തന്നെയാണ്. അവിടെ ഇപ്പോഴും BS എന്ന ആ 2 അക്ഷരമുണ്ട്. ആ 2 അക്ഷരത്തിന് പിന്നിൽ മുഷ്ടി വായുവിലേക്ക് ചുരുട്ടി നിൽക്കുന്ന BSൻ്റെ ചിരിക്കുന്ന മുഖവും നമുക്ക് കാണാൻ സാധിക്കും.